ഹനുമാൻ ക്ഷേത്രത്തില്. ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ അണിഞ്ഞൊരുങ്ങി പോകുന്നത് നമ്മുടെ അമ്പലങ്ങളിലേക്കാണ്. അപ്പോൾ എവിടേക്കാണെന്ന് വെച്ചാൽ ആറ്റുകാൽ അമ്പലം, ഹനുമാൻ കോവിൽ, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോസ് കൂടുതൽ എടുക്കാനായിട്ടുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ട് കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വായോ, നമുക്ക് പോയിട്ട് വരാം. നോക്കൂ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? എവിടെയാടാ പോകുന്നേ? കാറിൽ എവിടെയാ പോകുന്നേ? അമ്പലത്തിലാണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്ന് പറയുന്നത്. കഴക്കൂട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണിത്. ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി, കാര്യവട്ടം ക്യാമ്പസ് കിടക്കുന്നത്. ഇവിടെയാണ് ഞാൻ എൻ്റെ PG ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേ പോയപ്പോഴത്തേക്ക് എൻ്റെ നല്ല കോളേജ് ഡേയ്സ് എല്ലാം എനിക്കിങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കോളേജിലായാൽ മതി എന്ന് വിചാരിക്കും. കോളേജിലാകുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയെങ്കിലും അടുത്തന്നെ ഒരു ജോലി കിട്ടി നമ്മളൊന്ന് സെറ്റിൽ ആവണം കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് നമ്മുടെ ആ ഒരു കോളേജ് ഡേയ്സും സ്കൂൾ ഡേയ്സും എല്ലാം നമുക്ക് ഇതൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അല്ലേ. നമുക്കിനി എന്തായാലും തിരിച്ച് നമുക്ക് സ്കൂളിലേക്ക് പോയിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതിപ്പോൾ നമ്മൾ ഹനുമാൻ കോവിലേക്ക് എത്താറായിട്ടുണ്ട്. ഹനുമാൻ കോവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ നിയമസഭാ മന്ദിരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് നമ്മുടെ ഹനുമാൻ കോവിൽ വരുന്നത്. ഇത് വഴി നമുക്ക് പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഈ ലെഫ്റ്റിലോട്ടൊരു റോഡുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഹനുമാൻ കോവിൽ. PMG ആണിത്. PMGയിലുള്ള നമ്മുടെ ഹനുമാൻ കോവിലാണിത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെറ്റഹാരമൊക്കെയാണ് ഇവിടുത്തെ നേർച്ചയൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെറ്റഹാരം, നാരങ്ങയും വെറ്റയും കൂടെ കിട്ടിയത്, അങ്ങനത്തെ ഹാരം, പിന്നെ വെണ്ണ, നാരങ്ങ വിളക്ക്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ട് വഴിപാടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പ്രസാദമായിട്ട് തരുന്നത് എന്താണെന്ന് വെച്ചാൽ വെറ്റേരകത്ത് വെണ്ണ വെച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ആ വെണ്ണ എടുത്ത് വായിലെ ഒത്തിരി ഇങ്ങനെ വെക്കണമെന്നാണ്, ഒരു പ്രസാദം ഒന്ന് കഴിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹനുമാൻ ക്ഷേത്രത്തിലെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി അടുത്തത് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പോകും വഴിയാണ് നമ്മുടെ കല്യാൺ സിൽക്സ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ പാളയത്തുള്ള നമ്മുടെ ചർച്ചാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു മോസ്കും ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു അമ്പലവും കാണാൻ പറ്റും കേട്ടോ, ഒരു ഗണപതി ക്ഷേത്രം പോലെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആയുർവേദ കോളേജ് ജംഗ്ഷൻ എത്തുന്നത്. അവിടെയാണ് നമ്മുടെ ബ്രാൻഡഡ് ഷോപ്പുകളെല്ലാം ഉള്ളത്. പീറ്റർ ഇംഗ്ലണ്ട്, ബേസിക്സ്, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ലെവിസ് ഉണ്ട്, അങ്ങനെ അലൻസ് ഉണ്ട്, അങ്ങനെ കുറച്ച് ബ്രാൻഡഡ് ലൂയിസ് ഫിലിപ്പ്, അങ്ങനെ കുറച്ച് ബ്രാൻഡഡ് ഷോപ്സ് എല്ലാം ഇവിടെ അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുമ്പോൾ നമ്മുടെ ഭീമ ജ്വല്ലറി ഉണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ട് തന്നെ നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഭീമയുടെ തൊട്ടടുത്തിരിക്കുകയാണ് നമ്മുടെ പോത്തീസ്. അപ്പോൾ ഇതെല്ലാം ഒരു റൂട്ടാണ് കേട്ടോ. ഇത് ഒരു ലക്ഷ്യം വെച്ച് വന്നാൽ തന്നെ നമുക്ക് എല്ലായിടത്തും കയറാൻ കഴിയും. പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ജയലക്ഷ്മി ഉള്ളത്. അവിടെ നിന്ന് നേരെ വരുമ്പോഴാണ് നമ്മുടെ മലബാർ ഗോൾഡ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞത് നമ്മൾ നേരെ വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ
പഴവങ്ങാടി ഗണപതി ക്ഷേത്രം കാണാൻ കഴിയും. ഇത് ഞാനിപ്പോൾ പറയുന്ന പാളയം വഴി വരുമ്പോഴുള്ള ഇതാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആറ്റുകാലിലും കൂടെ പോകണമെന്നും പറഞ്ഞാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ആറ്റുകാലിൽ ഇന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇതിപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരോട്ടാണ് പാർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് നടന്ന് പോകുന്നതാണ്. ഇതിപ്പോൾ രാമേന്ദ്ര സൈഡാണ് കേട്ടോ, നമ്മുടെ രാമചന്ദ്രൻ ആ ഏരിയ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ കാറ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈം നോക്കിയിട്ട് പഴവങ്ങാടിയിൽ നിന്ന് നമ്മൾ ചൂട് ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. അത് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് കൊള്ളാമെന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ലുലു മോൾ. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ലുലുവിലൊന്നും കയറിയില്ല. ഇന്നിപ്പോൾ അമ്പലത്തിൽ മാത്രം പോയിട്ട് തിരിച്ച് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് ആര്യാസിലാണ് കയറുന്നത്. കഴക്കൂട്ടത്തുള്ള ആര്യാസിലേക്കാണ് വന്നത്. അപ്പോൾ നമ്മൾ ഗീ റോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ ചമ്മന്തി ഉണ്ട്, ഓയിലുണ്ട്, പിന്നെ ഇത് ഉഴുന്ന് പൊടിയോ അങ്ങനെ എന്തോ പൊടിയുണ്ടല്ലോ നമ്മൾ ദോശയിലൂടെ കഴിക്കുന്നത്, അതാണ് ഓയിലിൽ മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നത്. ഇതിപ്പോൾ ചട്നികളാണ്, 3 ടൈപ്പ് ചട്നിയുണ്ട്. ഇത് സാമ്പാറും ഉണ്ട്. അപ്പോൾ നമ്മൾ വാഴയിലയിലാണ് നമുക്ക് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗീ റോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗീ റോസ്റ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ അതൊക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ ബൈ.